everyone, welcome back to my YouTube channel. ഇന്ന് ഞാൻ കുറച്ച് ഈ മന്ത് ഫേവറേറ്റ് പ്രോഡക്ട്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് എല്ലാം മിക്സ്ഡ് ആണ്. കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട്, കുറച്ച് അല്ലാത്ത ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നൊരു ലിപ് ബാം ആണ്. എല്ലാവർക്കും ലിപ് ബാം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിപ് ബാം വീഡിയോസൊക്കെ ഭയങ്കര നല്ല ലൈക്കും കമൻസൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ലിപ് ബാം എന്ന് പറയുമ്പോഴത്തേക്കൊരു ചെറിയൊരു ബ്രൗൺ ടിൻറ്റ് തരുന്നൊരു ലിപ് ബാമാണ്. ഇതിൻ്റെ പേര് സമ്മർ ഫ്രൈഡേസ് ഉള്ള കമ്പനി എന്നുള്ള ലിപ് ബട്ടർ ബാം ഇൻ ഐസ്ഡ് കോഫി. അപ്പോൾ ഇതിൻ്റെ മണം വന്ന് ഒരു ഐസ്ഡ് കോഫിയുടെ മണമാണ്. ഞാൻ അത് ഇട്ട് കാണിക്കാം. ഇപ്പോൾ വേറെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഇട്ട് കാണിക്കാം. ഇങ്ങനെയാണ് ആ ഷെയ്ഡ് ഇരിക്കുന്നത്. എൻ്റെ ഒരു കണ്ണ് ചുമന്നിരിക്കുകയാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ചെറിയൊരു കോഫി കളർ ഷെയ്ഡാണ്. നല്ല ഗ്ലോസിയാണ്, നല്ല രീതിയിലുള്ളൊരു കംഫർട്ടും ഉണ്ട്. ഭയങ്കരമായിട്ടും ഇങ്ങനെ നീറത്തും അങ്ങനെയൊന്നുമില്ല. ഇത് പ്ലംപിംഗ് അല്ല, നോർമൽ ലിപ് ബാമാണ്. ഇതിന് കുറേ കളേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ ഇത് നല്ലൊരു കളറായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്ന ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് എൽഫ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇതൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്, പക്ഷെ ഒത്തിരി നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ബ്രൗണിഷ് അല്ല, ചെറുതായിട്ടൊരു ടിൻറ്റേ ഉള്ളൂ. അതിൻ്റെ കൂടെ സ്പാർക്ലിങ് കൂടെ, ഭയങ്കര സ്പാർക്ലിംഗ് ആണ്. അപ്പം ഞാൻ ഓൾറെഡി വേറെ ഒന്ന് ഇട്ടുണ്ടായതുകൊണ്ട് ഞാനിത് കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ഷെയ്ഡാണിത്. നല്ലൊരു കളറാണ്. ഇതിൻ്റെയും കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് നൈക്കയിൽ അവൈലബിൾ ആണ്. എൽഫിൻ്റെ ഒരു 860 അത്രയും രൂപയാണ് ഇതിന്. സമ്മർ ഫ്രൈഡേസ് ലിപ് ബാം നൈക്കയിൽ അവൈലബിൾ അല്ല, ഇത് പുറത്ത് ഉള്ള കൺട്രിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് വന്ന് നൈക്കയുടെ ഒരു നെയിൽ പോളിഷാണ്. ഇത് മാറ്റ് നെയിൽ പോളിഷാണ്. ഇതിൻ്റെ ഒരു പേരെന്ന് പറയുമ്പം നട്ട് ക്രാക്കർ ഡ്രീംസ് 151 ആണ് ഇതിൻ്റെ നമ്പർ. ഇതെന്ന് പറയുമ്പോൾ ചെറിയൊരു ന്യൂഡ് മാറ്റ് കളറാണ്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ നല്ല ചേരും. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് അതാണ്, പക്ഷെ ഒത്തിരി ചിപ്ഡ് ഓഫ് ആയി കുറച്ച് നാളായിട്ടിട്ട്. നല്ലൊരു ഷെയ്ഡാണ്. ഇതാണ് ആ കളറ്. നെക്സ്റ്റ് വന്ന് ഇങ്ങനത്തെ ചെറിയ ഹൂപ്സാണ് എനിക്ക് മന്ത് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. ഇതെന്ന് പറയുമ്പം H&M മേടിച്ചതാണ്. ഇങ്ങനത്തെ ഒരു 3 സെറ്റായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാം. നമുക്ക് ഏതൊരു ഒക്കേഷനും ഇത് നമുക്ക് ഇടാൻ പറ്റും. ഇങ്ങനത്തെ സാധാ ഹൂപ്സ്. ഇതൊരു നമ്മൾ വാർഡ്രോബ് സ്റ്റേപ്പിളായിട്ട് ഞാൻ കരുതുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ സിൽവർ കളർ ആയാലും ഇങ്ങനത്തെ ചെറിയ ഗോൾഡ് ആയാലും നമുക്ക് ഓരോ ഉടുപ്പിനോട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഒരു മന്ത്ലി ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് വന്ന് ഫെൻറ്റി ബ്യൂട്ടിയുടെ ഒരു ഗ്ലോസ് ബോം സ്റ്റിക്കാണ്. ഫെൻറ്റി ബ്രാൻഡ് മെയിൻ എന്ന് പറയുമ്പം അതിൻ്റെ ഗ്ലോസ് ബോംസ് എന്ന് പറയുമ്പോൾ ചെറിയ ഗ്ലോസ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പം ഇത് സ്റ്റിക്കിലായിട്ട് വരുന്ന ഗ്ലോസ് ബോംബാണ്. അപ്പോൾ ഇതിന് കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാം ഒരു ന്യൂഡ് ഷെയ്ഡ് കുറേ എടുത്തുണ്ട്. ഇത് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള കളറാണ്. നമ്മൾ നൈക്കയിൽ അവൈലബിൾ ആണിത്. ഇതിൻ്റെ പേര് വന്ന് സോർട്ട് ഓഫ് സെൽഫിഷ് എന്നാണ് ഇതിൻ്റെ പേര്. 07. ഇതിൻ്റെ ഒരു 9 to 10 ഷെയ്ഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നൊരു ലിപ്പ് ലൈനറാണ്. ഇതെന്ന് പറയുമ്പം നിക്സ് കോസ്മെറ്റിക്സിൻ്റെ ഷെയ്ഡ് വന്ന് നട്ട്മെഗ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ലിപ്പ് ലൈനറാണ്. ഇതൊരു ബ്രൗൺ ലിപ്പ് ലൈനറാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ലൈറ്റ് നമുക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ലിപ്സ്റ്റിക്കൊക്കെ ഇടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു
വാഷ് ഔട്ട് ഫീലിംഗ് വരത്തില്ല, നല്ലോണം ബ്ലെൻഡ് ആകും, ഒരു ന്യൂഡ് ലിപ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ഈ ബ്രൗൺ എന്ന് പറയുമ്പോൾ കുറേ കളേഴ്സിനൂടെ ഗോയിങ് ആയിരിക്കും. അത് നല്ലൊരു കളറാണ്. നെക്സ്റ്റ് വന്ന് നിക്സിൻ്റെ തന്നെ ഫാറ്റ് ഓയിൽ സ്ലിക്ക് ക്ലിക്കാണ്. എന്ന് പറയുമ്പം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു ലിപ് ഗ്ലോസ് ആണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, ചെറിയൊരു ബ്രൗൺ, ഒരു സിനമൺ ബ്രൗൺ ഷെയ്ഡാണ്. ഇതും നിക്സ് കോസ്മെറ്റിക്സിൻ്റെ തന്നെ. ഇതിൻ്റെ പേര് വന്ന് നമ്പർ 5 ലിങ്ക് ഇൻ മൈ ബയോ. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന എല്ലാം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്, കാരണം എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അല്ലാത്ത പ്രോഡക്റ്റ്സും ഉണ്ട്. ഇനി വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മേക്കപ്പ് ഞാൻ ഒത്തിരി ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മാർസിൻ്റെ മേക്കപ്പ് ബ്രഷസ് ആണ്. എന്ന് പറയുമ്പോൾ ഒരു 5-6 ബ്രഷസ് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ 2-3 ഉള്ളൂ. എന്ന് പറയുമ്പം നല്ല ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റ് ബ്രിസ്റ്റൽസ് ആണ്. നമ്മുടെ മുഖത്ത് നമ്മുടെ ഇപ്പം ഫൗണ്ടേഷൻ ബ്രഷ് ആയാലും ഐ ഷാഡോ, ചെറിയ കോണ്ടോ ബ്രഷൊക്കെ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ അതൊരു സെറ്റായിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ പ്രൈസ് വന്ന് 1250 എന്തോ ആണ്. അപ്പോൾ അത് വർത്ത് ബൈ എന്ന് തന്നെ പറയാം. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ബ്രഷ്, നല്ല ഭംഗിയും കൂടെയാണ്, ഗോൾഡൻ കളറാണ് കാണാനായിട്ട്. നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ടംബ്ലറിലാണ് ഇട്ടേക്കുന്നത്, ഒരു പൊട്ടി ടംബ്ലറാണ്. പക്ഷേ അത് കൊള്ളാം, നല്ലതായിട്ട് നമുക്ക് കാണാനും ഭംഗിയുണ്ട്, നല്ല ഉപയോഗിക്കാനും ക്വാളിറ്റിയും നല്ല അത്യാവശ്യമുണ്ട്. ഇത് നൈക്കയിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് വന്നും ഒരു ലിപ്പ് ലൈനറാണ്. ഇത് ഫെൻറ്റി ബ്യൂട്ടിയുടെ തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്ന് 03 സാറ്റിൻ പാൻറ്റി എന്നാണ് പേര്. ഇതും ഒരു ബ്രൗൺ ആണ്, ചെറിയൊരു ടെറക്കോട്ട ബ്രൗൺ ആണ്. നല്ലൊരു വാം ഷെയ്ഡാണ്. നമ്മുടെ സ്കിൻ ടോണിൽ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ലൈൻ ചെയ്ത് വിടാം, അല്ലാതെ തന്നെ ഇടാം. അത്രയ്ക്ക് നല്ലൊരു ഷെയ്ഡാണ്. ഭയങ്കര സ്മൂത്താണ്. നമുക്കത് ചെയ്യാൻ പറ്റും, സ്മഡ്ജും ചെയ്യാൻ പറ്റും ചെറുതായിട്ട്. ഒത്തിരി ലോങ് ലാസ്റ്റിങ്. ഇത് നൈക്കയിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നൊരു ബോഡി ക്രീമാണ്, ഒരു ഷിമ്മർ ബോഡി ക്രീമാണ്. ചെറിയൊരു ഷിമ്മർ ഉണ്ട് അതിന്. അപ്പം നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ തിളങ്ങും. അത് ഒത്തിരി ഷിമ്മറല്ല. ഇപ്പം ഇതിൻ്റെ പേരെന്ന് പറയുമ്പം ഫെൻറ്റി ബ്യൂട്ടി തന്നെയാണ്. ബട്ടർ ഡ്രോപ്പ് ടോസ്റ്റഡ് മാർഷ്മെല്ലോ ഷിമ്മറിങ് വിപ്ഡ് ഓയിൽ ബോഡി ക്രീമാണ്. നല്ല രീതിയിൽ നമ്മൾ ബോഡിയിലായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു ഷൈൻ തരും. ഒത്തിരി നേരം അതിന് ഹൈഡ്രേഷൻ ലാസ്റ്റും ചെയ്യും. ഇതൊന്ന് നല്ല ഷൈനിയാണ്. അപ്പം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ചെറിയ തിളക്കമുണ്ട്, അതിൻ്റെ കൂടെ നല്ല ഹൈഡ്രേറ്റിംഗ് കൂടെയാണ്. നല്ല മണമാണ് കേട്ടോ. ഇത് ഒരു മാഷ്മെല്ലോയുടെ മണമാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറെ സോൾട്ടഡ് കാരമൽ, അതിൻ്റെ കൂടെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള തന്നെ അവൈലബിൾ ആണ്. അതും നല്ല ഒരു കോംബോ ആയിട്ട് കിട്ടും. എൻ്റെ കോംബോ ആയിരുന്നു, അപ്പോൾ 2 ഞാൻ തീർത്തു. ഇത് 3ാമത്തെ ലാസ്റ്റ് ടബാണ്. നെക്സ്റ്റ് വന്നൊരു ഞാൻ ഈ ഇടയ്ക്ക് പർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. പക്ഷെ അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നമ്മളിപ്പം ഹെയർ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മുടി ഭയങ്കര ഫ്രിസി ആകത്തില്ല. എനിക്ക് പറയുമ്പോൾ കുറച്ച് നല്ല കട്ടിയുണ്ട് മേളിൽ. അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കുറച്ചൊന്ന് ഫ്രിസ് മാറാനായിട്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ക്രീമാണ്. ഇതെന്ന് പറയുമ്പം ലീവ് ഇൻ കണ്ടീഷണർ, ഹെയർ കണ്ടീഷണറാണ്, ലീവ് ഇൻ ആണ്. അപ്പം നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ആ വെറ്റ് ഹെയറിൽ കുറച്ച് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഫ്രിസ് ഒന്നും കാണത്തില്ല. കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി നല്ല ഫ്രിസ് ഫ്രീ ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഹൈലി റെക്കമെൻഡ്. നല്ല മണമാണിത്. ഇതിന് വേറെ മണമുള്ള ഉണ്ട് വേരിയൻറ്റ്, പക്ഷേ ഇത് പ്ലെയിൻ മണമാണ്. പ്ലെയിൻ തന്നെ ഭയങ്കര മണമാണ്. വായ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. നമ്മൾ നൈക്കയിൽ അവൈലബിൾ ആണിത്. ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഒത്തിരി ഉള്ളുള്ളവർക്ക്, അല്ലെങ്കിൽ നമുക്ക് മുടി നല്ല മണം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. നെക്സ്റ്റ് വന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഷെനയിൽ എന്നൊരു കുറച്ച് ഹൈ എൻഡ് ബ്രാൻഡ് ലിപ്സ്റ്റിക്കാണ്. നൈക്കയിൽ അവൈലബിൾ ആണിത്. ഇത് കുറച്ച് ഒരു ഹൈ എൻഡ് ലിപ്സ്റ്റിക്കാണ്. ഇതാണ് അതിൻ്റെ സിമ്പിള്. നമ്മളിങ്ങനെ പ്രസ് ചെയ്താണ് തുറക്കുന്നത്. ഇതിങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു അകത്തിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഷെയ്ഡ് വന്ന്
കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡാണ്, ന്യൂഡല്ല. നമുക്കൊരു ഫങ്ഷൻ പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റിയൊരു ഷെയ്ഡാണ്. ഇത് സ്വാഷ് ചെയ്ത് കാണിച്ചു തരാം. കുറച്ചൊരു പിങ്കിഷ്, വോം പിങ്കിഷ് ടോണാണ്. നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ എന്നും ഉപയോഗിക്കത്തില്ല, കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാനത് ഫങ്ഷന് പോകുമ്പോഴും അങ്ങനെ ഒക്കേഷൻ അനുസരിച്ച് മാത്രമേ ഇടാറുള്ളൂ. കാരണം ഞാൻ കൂടുതലും ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്സാണ് ഇടുന്നത്. അത് കാരണം ഇത് ഒക്കേഷണലി മാത്രമേ ഇടത്തുള്ളൂ. അപ്പം നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് വന്ന് റൂജ് വേ 58 ആണ് ആ നമ്പർ. ഇതിന് കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇത് ഇവരുടെ വെബ്സൈറ്റിലാണ് അവൈലബിൾ, കൂടുതലും നൈക്കയിലും അവൈലബിൾ ആണ്. പിന്നെ വന്ന് ഒരു ഹാൻഡ് ക്രീമാണ്. ഇത് സോൾട്ട് ആൻഡ് സ്റ്റോൺ എന്നൊരു ബ്രാൻഡിൻ്റെ ഹാൻഡ് ക്രീമാണ്. ഞാൻ എപ്പോഴും എൻ്റെ ബാഗിനകത്ത് ഒരു ഹാൻഡ് ക്രീം കാണും. എൻ്റെ ഹാൻഡ്സ് ഒന്ന് ഭയങ്കര ഡ്രൈ ആണ്. അപ്പം ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു ഹാൻഡ് ക്രീം അപ്ലൈ ചെയ്യും. ഇത് വന്ന് ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല മണമായിട്ട് എനിക്ക് തോന്നി. ഇതെന്ന് പറയുമ്പോൾ സാൻറ്റൽ ആൻഡ് വെറ്റിവറിൻ്റെ വേരിയൻറ്റിലാണ്. ഇതിൻ്റെ വേറെ 2-3 ഉണ്ട്. ഇത് നല്ല മണമാണ്, നമ്മൾ ചന്ദനത്തിൻ്റെ മണമാണ് കൂടുതലും കിട്ടുന്നത്. നല്ല ഹൈഡ്രേഷനും ലോങ് ലാസ്റ്റിങ്ങുമാണ് ഹൈഡ്രേഷൻ. ഇതാണ് സോൾട്ട് ആൻഡ് സ്റ്റോൺ. ഫൈനലി നമ്മൾ വീഡിയോൻ്റെ എൻഡ് വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്ന് ഒരു ജേണലാണ്. ഈ ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നാണ് പറയുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മൾ ഓർക്കത്തില്ല ഓരോ കാര്യങ്ങൾ. നമുക്കത് എഴുതണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു ബുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ബുക്ക്. അതിനകത്ത് ഓരോ ഡേറ്റ്സ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ആ ബുക്കിൽ നമുക്ക് ഡേറ്റ് എഴുതാം. അപ്പോൾ ഇന്ന് അതിനകത്ത് എഴുതുന്ന ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ, നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്തുവാണ് ഗ്രേറ്റ്ഫുള്ളായിട്ട് തോന്നിയ കാര്യങ്ങൾ, പിന്നെ വാട്ട് വുഡ് മേക്ക് ടുഡേ ഗ്രേറ്റ്, പോസിറ്റീവ് അഫർമേഷൻസ്. അപ്പോൾ അങ്ങനെ ഗുഡ് തിങ്സ് ആർ ഹാപ്പൻ ടു. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് ഇന്നത്തെ ഓരോ ദിവസങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്ന ബുക്സാണ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. അതായത് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിത് എന്നും എഴുതുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ ജേണൽ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് ഞാൻ വീഡിയോ നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.